ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഹാഫ് ഡേ മൈ ലൈഫാണ്. ഞാൻ ഓൾറെഡി ഒരു ഹാഫ് ഡേ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേപോലെ ഒരു ഹാഫ് ഡേ അല്ല ഇന്ന് അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഇന്നിപ്പോൾ ആസിഫ് കഥ വന്നിട്ട് കുറച്ച് ഒരു 5 ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പരിപാടീസ് ഉണ്ട്. അതായത് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, അതാണ് മെയിൻ. ഞങ്ങൾ പോണതിന് മുമ്പ് ഇതെല്ലാം വലിച്ച് വാരി നല്ല അടിപൊളിയാക്കി കിട്ടുകയാണ്. പിന്നെ കുറച്ച് പുറത്ത് പോകാനുണ്ട്, കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരാളിവിടെ നല്ല ഉറക്കമാണ്, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് മോർണിംഗ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാനത്. അപ്പോൾ അവൻ ഉറക്കി കിടത്തിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അവനിവിടെ കുപ്പി പാട്ടൊക്കെ താഴ്ത്ത് വലിച്ചാരിട്ടേക്കാണ്. ഇന്നലെ പുറത്ത് പോയപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം താഴെ എടുത്ത് വെച്ചേക്കാണ്. ഞാൻ അതെല്ലാം എടുത്ത് ഷെൽഫിൽ വെച്ചിട്ട് പിന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ അടിച്ചു വാരുകയാകുമ്പോഴത്തേക്ക് ഇക്കാക്ക് പറഞ്ഞു, നീ ഏതായാലും അടിച്ചു വാരിയതല്ലേ, ഞാൻ തുടച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ ഇക്കാതെ അങ്ങനെ തുടച്ച് കിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇസ് എണീറ്റത്. പിന്നെ അവനായിട്ട് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അവനക്ക് എണീറ്റ് കഴിഞ്ഞാൽ അവൾക്ക് അറിയാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ അത് അവനെ കുളിപ്പിക്കാൻ പോവാണ്. ഇപ്പോൾ ഇക്കാക്ക ഉള്ളതുകൊണ്ട് ഇക്കാക്കയാണ് അവനെ കുളിപ്പിക്കണത്, അല്ലെങ്കിൽ ഉമ്മയാണ് കുളിപ്പിക്കണത്. കുളിപ്പിക്കണതിനിടയ്ക്ക് ഭയങ്കര വികൃതിയൊക്കെ കാണിച്ചിട്ടും കാര്യമില്ല. അവൻ ആ പെട്ടിന്ന് അവൻ എങ്ങനെയോ പുറത്തിറങ്ങി അവൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടി വരെ അവൻ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇസുവിന് ഫുഡ് എടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറും ബീഫ് കറിയാണ്. ബീഫ് കറി ഇക്കാക്ക് ഉണ്ടാക്കിയതാണ്. ഇക്കാക്ക പറഞ്ഞു ബീഫെല്ലാം നിങ്ങൾ സെറ്റാക്കി തന്നാൽ മതി, ഞാൻ കറി വെച്ചാലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് പുറത്ത് പോകാനുള്ള പരിപാടിയിലാട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഞങ്ങളിപ്പോൾ പോകുന്നത് ഷോപ്പിങ്ങിനാണ്. ഷോപ്പിംഗ് എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇസു ബേബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഒരു കളർ കോഡിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഇസുവിൻ്റെയും റെഡി ആയിട്ടുണ്ട്. എനിക്കതാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഭാഗ്യവശാലാണ് തോന്നുന്നത്, ഞങ്ങൾ കയറിയ കടയിൽ നിന്ന് തന്നെ ഇക്കാക്ക് നല്ലൊരു അടിപൊളി ബനിയൻ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ടൈം പാസിനൊക്കെ വേണ്ടി പെരുമ്പാവൂർ വരെ പോവാണ്. അല്ലെങ്കിലും ഇക്കാക്കുള്ള സമയത്താണ് ഞങ്ങൾ ഈ പെരുമ്പാവൂരേക്ക് ഒന്ന് കറങ്ങണത്. അങ്ങനെ അവിടെ പോയി ഞങ്ങളിത് ട്രെൻഡ്സിലേക്ക് കയറി. അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാനാണോ എന്ന് ചോദിച്ചാൽ ഡ്രസ്സ് എടുക്കാനൊന്നല്ല, ജസ്റ്റ് ഒന്ന് കയറിയതാണ്. എന്നാലും ചെറിയ കളക്ഷൻസൊക്കെ നോക്കി നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പോവാക്കിയാക്ക എൻ്റെ കയ്യിൽ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ലാസ്റ്റ് ഷോപ്പിംഗ് ബർത്ത്ഡേക്കുള്ള കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങി. അതോടെ എനിക്ക് കുറച്ച് കമ്മലും ആക്സസറീസൊക്കെ വാങ്ങിച്ചു. പിന്നെ നേരെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോണത്. ഇത് വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ ഒരു ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി ബർത്ത്ഡേ വിശേഷങ്ങളടങ്ങിയ വ്ളോഗായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.